അങ്ങനെ നമ്മളെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഈ പോകുന്ന 2 പേരായിരുന്നു. അതിൽ അവർ നമുക്ക് ടിപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. 1311 രൂപയാണ് ആയത് ഒരു ട്രിപ്പ് കണ്ടോ. അപ്പോൾ ഇത് 1650 ടോട്ടൽ ക്യാഷ് കളക്ട് ഉള്ളത്. അവർ 2000 രൂപ ഇട്ടിട്ടുണ്ട്, ബാക്കി ടിപ്പ് ഇട്ടിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച കേട്ടോ. നമ്മൾ ഇന്നലെ ലീവായിരുന്നു, ഞായറാഴ്ച ലീവായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ റാപ്പിഡോ മാത്രം ഓണാക്കിയിട്ടുള്ളൂ. ഊബർ ഓണാക്കിയപ്പോൾ നല്ല മാച്ച് ട്രിപ്പുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന് നല്ല സർജ് ഉണ്ട്, നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിൽ നല്ല സർജ് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല ട്രിപ്പ് റാപ്പിഡോയിൽ അടിഞ്ഞോട്ട് എഴുതിയിട്ട് റാപ്പിഡോ ഓണാക്കി വെച്ചത്. പക്ഷേ റാപ്പിഡോയിലൊന്നും അടിയണില്ല. എനിക്ക് തോന്നുന്നില്ല റാപ്പിഡോ ചിലപ്പോൾ ആ ടൗൺ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാലും അടിയുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഊബറിൻ്റെ ട്രിപ്പ് എടുത്ത് പോകുമ്പോഴേ റാപ്പിഡോയിൽ അടി വരുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഊബറും പാടെ ഓണാക്കാം. ഏതെങ്കിലും ഒരു ട്രിപ്പ് എടുത്തിട്ട് ഇവിടെ തന്നെ അനങ്ങാം. വണ്ടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, വണ്ടി സ്റ്റാർട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8:24 ആയിട്ടുണ്ട് സമയം. കണ്ടോ, നല്ല സർജ് ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് ഈ ഭാഗത്താണ് ഇതല്ലോ. അപ്പോൾ ഈ ഭാഗത്തും ഏകദേശം നല്ല ഭാഗത്തൂടെയൊക്കെ സർജ് ഉണ്ട്. പോയൊക്കെ. അപ്പോൾ നമുക്ക് ഊബർ ഓണാക്കാം. ജസ്റ്റ് ഇവിടെ നെറ്റ് ചെറിയ സ്ലോ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ 5Gയിൽ ഒരു കട്ടമുള്ളൂ ഇവിടെ. അപ്പോൾ ഊബർ ഓണായിട്ടുണ്ട്. നേരത്തെ കുറേ മാച്ച് ട്രിപ്പുകൾ ഇങ്ങനെ വന്നില്ല, എപ്പോഴും ചിലപ്പോൾ വരും. റാപ്പിഡോ ഓണാട്ടോ. നമ്മളത് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ് ഉള്ളൂ. ശരി, 100 എത്ര പൈസ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പിക്കപ്പിൻ്റെയും പാടെ ക്യാഷ് അതിൽ ഇൻക്ലൂഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മറ്റേ ഊബറിൻ്റെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. കാരണം നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് 3.2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. പക്ഷേങ്കിൽ അത് വേറെ റോഡാണ് കാണിക്കുന്നത്. ഈ റോഡ് പോയി കഴിഞ്ഞാൽ ചെറിയ ദൂരേ ഉണ്ടാവുള്ളൂ. നമ്മളെ പള്ളിക്കരല്ല, മറ്റേ കങ്ങരപ്പടി ടൗൺ ഹാളിൻ്റെ കൂടിയ റോഡുണ്ട്. അപ്പോൾ ഊബറിൻ്റെ നീതുവിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഊബറിൻ്റെ നീതു വേണ്ട, 100 രൂപയുടെ ട്രിപ്പ് വേണ്ട. അപ്പോൾ ഞാൻ ഊബറിൻ്റെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. റാപ്പിഡോൻ്റെ ട്രിപ്പിൻ്റെ പിക്കപ്പും ഇവിടുന്ന് റേറ്റ് അത്താണി റോഡ് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ നേരെ പോവാണ്. അതിപ്പോൾ കുറഞ്ഞതുണ്ടോ, 2.5 കിലോമീറ്റർ ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കങ്ങരപ്പടി ഇവിടെ ഒരു ടൗൺ ഹാളുണ്ട്. ആ ഹാളിൻ്റെ സൈഡിൽ കൂടി റോഡുണ്ട്. ആ റോഡ് കൂടി പോകുമ്പോൾ ദൂരം കുറയും. അതിൽ കൂടി വലിയ തിരക്കുമില്ല, ഒരു ചെറിയ റോഡാണ്. ഇത് 230 എത്ര രൂപയുടെ ട്രിപ്പാണിത്, ഈ റാപ്പിഡോൻ്റെ ട്രിപ്പ്. പക്ഷേ ഇത് എവിടേക്കാ ഡ്രോപ്പ് ചെയ്യാൻ നോക്കിയില്ല കേട്ടോ. നമ്മളെ കിഴക്കമ്പലം ആ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കാനൊന്ന് ചാൻസ് കുറയും, പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ കിട്ടാൻ. അല്ല നമ്മൾ ഈ ഒരു എറണാകുളം ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഊബറിലാണെങ്കിലും ട്രിപ്പ് അടിക്കും. മറ്റേത് 2.5 കിലോമീറ്റർ അല്ലേ പിക്കപ്പ് ഉള്ളൂ ഊബറിൻ്റെത്. അത് എനിക്ക് തോന്നുന്നത് വല്ല ഇൻഫോ പാർക്കൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ഈ സമയത്ത് ഇൻഫോ പാർക്കിൻ്റെ അവിടെ നല്ല തിരക്കായിരിക്കും. 8:30 ഇപ്പോൾ സമയം, 8:31 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും. ഇത് 2.5 കിലോമീറ്റർ അല്ല കേട്ടോ. ഇപ്പം ഈ നിൽക്കുന്ന അവിടുന്ന് റേറ്റൊക്കെ റോഡുണ്ട്, അതിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇത് വീണ്ടും നവോദയ കൂടിയൊക്കെയാണ് കാണിക്കുന്നത്, കങ്ങരപ്പാടിൻ്റെ കൂടി. അപ്പോൾ ഈ റേറ്റ് ഉണ്ടോ, ഇവിടെ റേറ്റ് ഉണ്ട്. ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇനിയും കിലോമീറ്റർ കുറയും. ഉണ്ടോ, ഇപ്പോൾ 1.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതുണ്ടോ, 1.5 ഇല്ല, 1.2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതാണ് പിക്കപ്പ് കുറവ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാട്ടി തന്നത് കങ്ങരപ്പടി ജംഗ്ഷൻ വഴി അതിൽ കൂടിയാണ് ആ 2.5 കിലോമീറ്റർ കാട്ടി തന്നത്. ഈ റോഡാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് കങ്ങരപ്പടി ഹാള്, എന്തോ ഒരു ഓഡിറ്റോറിയം എന്താന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഉള്ള ഈ റോഡ്, ഇത് കുറച്ച് ദിവസം അടച്ചിട്ട് കഴിഞ്ഞു ഈ റോഡ്. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ അവിടെ റോഡ് പണിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ മാപ്പിൽ ഇപ്പോൾ വല്ലാണ്ട് കാണിക്കുന്നില്ല ഈ വഴി, ഒരു വട്ടം ബ്ലോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടിയേക്ക് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ പിക്കപ്പ് പോയിൻ്റൊക്കെ എത്തും. 1 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇനി നമ്മൾ മറ്റേ റാപ്പിഡോൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ പനമ്പള്ളിയിലാണുള്ളത്. ഇപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ഇവിടെ ഒരു സൗത്ത് നിന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ബാക്കിൽ നിന്നാണ്. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 6 ആണ്. അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചാൽ, ഇയാളുടെ ആദ്യം ടൗൺ ഹാളിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു 10 കിലോമീറ്ററിൽ 240 വേറൊരു റാപ്പിഡോ ട്രിപ്പ് അടിച്ചു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇയാളിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് സ്ഥലം കൂടി പോരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്ന് ആദ്യം പറഞ്ഞേ. അപ്പോൾ ഞാൻ മറ്റേ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഇയാൾ ഒരു 1-2 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് 5.5 കിലോമീറ്റർ പോകുന്നിട്ടുള്ളൂ ഇവിടെ പനമ്പള്ളിക്ക്. മറ്റേത് 247 ആയിരുന്നു. ഇത് പിന്നെ 140 എത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 350 രൂപ വാങ്ങി. അപ്പോൾ കഴിഞ്ഞപ്പോൾ 2 ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു റാപ്പിഡോയിൽ. അത് ഒന്ന് ലോങ് ട്രിപ്പാണ്, 17 കിലോമീറ്റർ ഡ്രോപ്പും 3 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്. 377 ഉള്ളത് നഷ്ടമാണ്. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചു, അത് ഞാൻ എടുത്തു. പക്ഷേ അതിലെ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അതാ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഇതും 200 എത്ര സംതിങ് ഉണ്ട്. 9 കിലോമീറ്ററോ 10 കിലോമീറ്റർ എന്നുള്ള ഡ്രോപ്പ്, നല്ല ലാഭമുള്ള ട്രിപ്പാണ്. അപ്പോൾ ഞാൻ കസ്റ്റമർ വിളിച്ചു നോക്കി. കാരണം ഊബറിൽ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവലുണ്ട്. കാരണം മെയിൻ എൻട്രൻസിൽ ബുക്ക് ചെയ്തിട്ട് ബാക്കിലാണ് ലൊക്കേഷൻ കാണിക്കൽ. അപ്പോൾ ഇതിന് വിളിച്ചു നോക്കിയപ്പോൾ ഒരു തമിയനാണ്, കറക്റ്റ് ലൊക്കേഷനാണ്. ഇവിടെ ബാക്കിൽ 6-ലാണെന്നാണ് പറഞ്ഞത് പ്ലാറ്റ്ഫോം. അപ്പോൾ ഏതായാലും പോയിട്ട് ഒനിമ്പാടൊന്ന് പിക്ക് ചെയ്യട്ടെ. നല്ല ട്രിപ്പാണ്. 214 240 എത്ര ഉണ്ട്. റാപ്പിഡോക്ക് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഓട്ടമായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നല്ല ട്രിപ്പ് ഉണ്ട് തോന്നുന്നുണ്ട്.
കാരണം റാപ്പിഡോൻ്റെ ട്രിപ്പ് നമുക്ക് ഓടുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. കാരണം അതിലാ കാണിച്ച എമൗണ്ട് ഉണ്ടല്ലോ, അതിന് 1 രൂപ പോലും കുറയാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ 240 രൂപക്കാണ് നേരത്തെ നമ്മൾ 10 കിലോമീറ്റർ കരൂരിലേക്ക് ആ ട്രിപ്പ് അടിച്ചത്. നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രിപ്പും പാടെ അടിച്ചാൽ 500 റുപ്യയായി. ഊബറിൽ നമുക്ക് കിട്ടിയാൽ ഇപ്പോൾ 190 കിട്ടുള്ളൂ ആ 10 കിലോമീറ്ററിന്. അപ്പോൾ ഇതാണ് ഇപ്പോൾ റാപ്പിഡോൻ്റെ വ്യത്യാസം. റാപ്പിഡോൻ്റെ ട്രിപ്പ് നമുക്ക് ഓടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ റാപ്പിഡോൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ നെട്ടൂരിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് ഒരു ചെറിയ ചെക്കനായിരുന്നു, ഒരു തമിഴ്നാട്ടിലത്തെ. അപ്പോൾ എന്താ വെച്ചാൽ ഓനിവിടെ ഫസ്റ്റ് ടൈം വരിക. അപ്പോൾ അവന് കറക്റ്റ് കൊടുത്ത സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ 221 രൂപയുടെ ട്രിപ്പായിരുന്നു. 230 ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ കൈയൊക്കെ തന്ന് ആൾ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് അകത്താണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നെട്ടൂര്. അപ്പോൾ അവിടുന്ന് പിന്നെ ചിലപ്പോൾ റാപ്പിഡൊക്കെ അടിയാനേ ചെറിയൊരു സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ വേഗം ഒരു ഊബർ ഓണാക്കിയിട്ട്. അപ്പോൾ ഊബർ ഓണാക്കിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചൊരു ഇൻ്റർസിറ്റി ട്രിപ്പ് 1357 രൂപയുടെ. ഇൻ്റർസിറ്റി ആണോ ഞാൻ നോക്കിയില്ല കേട്ടോ, കാരണം അത്രയൊരു എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഇൻ്റർസിറ്റി ആണെന്ന് വിചാരിച്ചു. പക്ഷേ റിസർവേഷൻ ട്രിപ്പാണ്, 5 മണിക്കൂറാന്ന് തോന്നുന്നുണ്ട്, 60 കിലോമീറ്റർ. അപ്പോൾ എനിക്ക് പിക്ക് ചെയ്യാനൊരു 4.5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ വൈറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഒരു 4.5 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. അപ്പോൾ ഞാൻ 60 കിലോമീറ്ററാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ അത് പാക്കേജ് ട്രിപ്പാണല്ലോ, അപ്പോൾ അതിൽ അങ്ങനെ ഒരു കറക്റ്റ് കിലോമീറ്റർ ആയിരിക്കും 60 കിലോമീറ്റർ. പിന്നെ 5 മണിക്കൂറാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ പൈസ കൂടും. അപ്പോൾ ഞാൻ ഈ പിക്കപ്പിൻ്റെയും പാടെ കൂട്ടിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ്. 1377 അല്ലേ, കിലോമീറ്ററിന് 22 രൂപ വെച്ചിട്ട് എന്തോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേറെ എക്സ്ട്രാ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 18 രൂപ വെച്ചിട്ട് കൂടും. അത് ഈ റിസർവേഷൻ ട്രിപ്പിൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമുക്ക് കസ്റ്റമറോട് പിന്നെ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല, ഇതിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൈസ കൂടും. അതേപോലെ 5 മണിക്കൂറാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ സമയം. അപ്പോൾ അത് ഒരു സമയം അതിൻ്റെ എക്സ്ട്രാ സമയമാകുമ്പോൾ ഈ 5 മണിക്കൂറിൻ്റെ അപ്പുറം ആകുമ്പോൾ ഒരു മിനിറ്റിന് എത്ര 3 രൂപ അങ്ങനെ എന്തോ പൈസ വെച്ചിട്ട് കൂടും. അപ്പോൾ ഒന്നും നമുക്ക് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ല. ബാക്കിലൊരു ഡിഫൻഡർ വരുന്നുണ്ട്, നമ്മളെ തള്ളിയിടുമോ ഇതെന്തോ ഈ വെയിറ്റ് ഫോട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു സ്ഥലത്തു നിന്നാണ് പിക്കപ്പ് ഉള്ളത്. കസ്റ്റമറെ പേര് പ്രീമ എന്നാണ് കേട്ടോ. ഇതിലാകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമറെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു 3-4 സ്റ്റോപ്പൊക്കെ ഉണ്ടാവും. ഒറ്റ സ്റ്റോപ്പാണെങ്കിൽ അടിപൊളിയാണ്. കാരണം അവിടെ പോവുക, അവിടുന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂറോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് എത്ര സമയം എടുത്തോട്ടെ, നമുക്കിതിൽ സമയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൈസ കൂടും. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ, പിക്ക് ചെയ്ത് അതേ സ്ഥലത്തേക്ക് തന്നെ, അങ്ങനെയാണെങ്കിൽ സെറ്റാണ്. ഇനി അതല്ല, ചിലർക്ക് കുറേ സ്ഥലത്ത് നിർത്താണ്ടാവും, ഒരു 5-6 സ്റ്റോപ്പ് കൂടി നിർത്താണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടൂല. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി കറങ്ങേണ്ടി വരും. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് കൂടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഇന്നാളൊരു ട്രിപ്പ് ഇതേപോലെ കിട്ടി. ഞാൻ മുഴുവൻ ജ്വല്ലറി കൂടിയാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാ ജ്വല്ലറിയിലും നമുക്ക് പാർക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് സുഖമായി. പിന്നെ വേറെ ഒന്നുണ്ട്, അതിന് 2-3 ടീച്ചർമാർ. അത് നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. കാരണം അത് പലയിടത്തും കയറിയിട്ടൊരു 4-5 സ്റ്റോപ്പ് കൂടി കയറി, എവിടെയും പാർക്കിംഗ് ഇല്ല. അവർക്ക് സ്ഥലവും അറിയില്ല, അവർ ഇവിടുത്തെ ആൾക്കാരും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇന്നാളെ നമുക്കൊരു ഇൻ്റർസിറ്റി റിസർവേഷൻ ട്രിപ്പ് അടിച്ചു, ഒരു ഹിന്ദിക്കാരി പെണ്ണ്. അത് നേരെ ഒറ്റ സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റ സ്റ്റോപ്പ്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്റ്റോപ്പ്. അതൊക്കെയാണ് അടിപൊളി. നമുക്ക് ഈ ഒരു ബിൽഡിംഗ് എന്നാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ റൗണ്ടിലുള്ള ടൈപ്പ്, ആ ബിൽഡിംഗ് എന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ അടുത്ത് യൂട്ടേൺ അടിക്കണം. ഈ ട്രിപ്പ് റാപ്പിഡോൻ്റെ ട്രിപ്പ് കുറേ നേരമായി അടിക്കണം. ഇതുണ്ടോ 224 രൂപയാണ് 7 കിലോമീറ്ററിന്. പക്ഷെ പിക്കപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് വണ്ടി ആരും അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് ഇതുവരെ 204 രൂപയുടെ ട്രിപ്പായിരുന്നു, ഇപ്പോൾ 224 ആയി. നമ്മളിവിടെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടോ. ഇവിടെ എന്തോ ഒരു പണി എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീമ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാട്ടിത്തരാം. 60 കിലോമീറ്റർ ഇൻക്ലൂഡഡ് ആണ്, 5 മണിക്കൂർ. പിന്നെന്താ പെർ കിലോമീറ്റർ ഇതാ എക്സ്ട്രാ ഓടിക്കഴിഞ്ഞാൽ 14 രൂപ വെച്ചിട്ട് കൂടും. ഇത് പെർ കിലോമീറ്റർ 3, 5 മണിക്കൂർ കഴിഞ്ഞാൽ 3 രൂപ വെച്ചിട്ട് ഒരു മിനിറ്റിന് വെച്ച് കൂടും. നമ്മളെ പിക്കപ്പ് 10:30 അപ്പോൾ ഇനിയൊരു 9 മിനിറ്റും കൂടി ഉണ്ട്. 10:21 ആയിട്ടുണ്ട്. അപ്പോൾ ആൾ ഇറങ്ങി വന്നോളും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ടൈം റണ്ണിങ്ങിലാണ്. നമ്മളെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മളിവിടെ പള്ളിമുക്കിലാണ് ഉള്ളത്, പള്ളിമുക്ക് ജോസ് ജംഗ്ഷനിലാണുള്ളത്. സമയം 11:04 ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആദ്യം. അപ്പോൾ ഞാനവിടെ ഒരു അമ്പിസ്വാമി ഉണ്ടോ പള്ളിമുക്കിലുള്ള, അവിടെ നിർത്തി കൊടുത്തിരിക്കുക. 2 ലേഡീസാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചാടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോട്ടലിൽ തപ്പിയിട്ട് ഒരു റൗണ്ട് ചുറ്റി പള്ളിമുക്ക് കൂടെയൊക്കെ. ഇനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമ്മളെ സൗത്ത് റെയിൽവേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഈ തുടക്കത്തിൽ ചെറിയ ചായക്കട ഉണ്ടോന്നു, അവിടുന്ന് ചാടിക്കാം. പിന്നെ അവർ കുറേ വിളിച്ചു, അവിടെ ചാടിക്കാൻ വാടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിളിച്ചു. പിന്നെ എനിക്ക് അപ്പോൾ പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ പാർക്കിങ്ങും ഇല്ലോണ്ട്. ഞാൻ അരിപ്പയിലാണ് ആദ്യം ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലോണ്ട്, 12 മണി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടുന്ന് ഒരു 200 മീറ്റർ ഫ്രണ്ടിക്ക് നടന്നാൽ അമ്പിസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറൊരു വാഗനർ ഉണ്ട്, ഇവിടെ വേറൊരു വാഗനർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്, അവിടെ പോയിട്ട് ചായ കഴിക്കട്ടെ. ഞാൻ എന്നെ കുറേ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ ഇത്ര ഹെവി ആയിട്ടുള്ളത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഹെവി ഒന്നും അല്ല വാടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇനി എന്താണെന്ന് അവർക്ക് ലഞ്ചും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് എവിടെ നല്ല ലഞ്ച് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു മച്ചിലിയാണ് പറഞ്ഞിട്ടുള്ളത്, കത്രിക്കടവ്. അവിടെ ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഈ ഹോട്ടലിൽ തന്നെ ഞാൻ അങ്ങനെ കുറേ തപ്പിപ്പോന്നപ്പോൾ ആകെ അറിയണത് വെജിറ്റേറിയൻ ഹോട്ടൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വെജിറ്റേറിയനിൽ കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അടുത്ത എന്തായാലും മച്ചിലി കൊണ്ടുപോകാം. അപ്പോൾ ഇതിനെന്തായാലും ഒന്നും കൂടി ഫ്രണ്ട്ലി ആവുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. എപ്പോഴും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മൂഡില്ല. അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് ചെറിയ ചായ എന്തായാലും കുടിക്കട്ടെ. അവരെന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടാവും. അവരെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വണ്ടിയിൽ വെച്ചിട്ടോ. 2 പേരുണ്ട്, 2 പേരെ ബാഗും ഉണ്ട്. അവര് ലുലു മാൾക്കാണ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെന്റിൽ ബുക്ക് ചെയ്യുമ്പോൾ എവിടേക്കൊക്കെ ഒരു ഡ്രോപ്പ് ഇട്ട് വെക്കണം ആദ്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നോട് വണ്ടി കയറിയപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഇട്ടിക്കണേ ലുലു ആണ്, എനിക്ക് കുറച്ച് പ്ലാനുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ്. പിന്നെ നമുക്ക് എന്തോ ഡ്രസ്സുകൾ അങ്ങനത്തെ കുറെ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അടുത്ത ബ്രോഡ്വേക്കാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണെന്നോ, അവിടെ ഞാൻ നല്ല ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. എന്നിട്ട് ബ്രോഡ്വേക്ക് വണ്ടി ആയിട്ടുണ്ട്. വണ്ടിയായിട്ട് ആകെ പ്രശ്നമാണ്, കുറെ സ്ഥലമല്ല അവിടെ വണ്ടികൾ കൊണ്ടുപോകാൻ. അപ്പോൾ അവിടെ മുംബൈയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാന്ന്. പിന്നെ അടിപൊളിയാണ്, ലോക്കൽ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നടത്തിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്ന് ഫ്രണ്ട്ലി ആയാലേ ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഉള്ളിലേക്ക് കയറി പോണതാണ്, ചില കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ റോഡാണ്, അവിടെ നടക്കണവർക്കും ബുദ്ധിമുട്ടാവും, നമുക്ക് വണ്ടി കൊണ്ട് പോകണം നമുക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കത്രിക്കടവിലായിട്ടുള്ളത്. കസ്റ്റമറോടെ മച്ചിലി റെസ്റ്റോറൻറ്റിൽ കയറ്റിയിട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി ഇപ്പോൾ കയറ്റിയിട്ട്. മറ്റോടത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കണോടത്തേ കുറേ നേരം വെയിറ്റ് ചെയ്തു ബ്രോഡ്വേൻ്റെ അവിടെ. ഭാഗ്യത്തിന് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യം വന്നില്ല. വന്നപ്പോൾ 2 കവറുണ്ട്, ഒന്ന് ഫ്രണ്ടിലുണ്ട് കേട്ടോ, റെഡ് കവർ തന്നെയാണ്. അപ്പോൾ കുറച്ചൊക്കെ അധികം ഡ്രസ്സ് ഉണ്ട്. ഞാൻ ബാക്കിലായിരിക്കണം, ഫ്രണ്ടിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മച്ചിലി റെസ്റ്റോറൻറ്റിൽ കയറ്റി വെച്ചിക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചു രാവിലെ എന്തേലും ഫുഡ് കഴിച്ചോ. ഫുഡ് കഴിക്കാൻ വിളിച്ചു, 2-3 വട്ടം വിളിച്ചു. രാവിലെ വിളിച്ച പോലെ തന്നെ, പക്ഷേ എങ്കിൽ വല്ലാണ്ട് ഇങ്ങോട്ട് നിർബന്ധിച്ചില്ല. കുറേ നിർബന്ധിച്ചിക്കണി പോവായിരുന്നു. പിന്നെന്താന്നോ, മറ്റേ 2 ലേഡീസും പാടെയാണ്, അതുകൊണ്ട് തീരെ മൂടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഇപ്പോൾ സമയം 2:20 3:30 വരെയുള്ളൂ റിസർവേഷൻ ട്രിപ്പ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ എവിടെയും ഗ്യാപ്പില്ല. തൊട്ടപ്പുറത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റേത് ബ്രോഡ്വേൻ്റെ അവിടെ ഞാൻ 2-3 വട്ടം കൂടി ഇങ്ങനെ വെറുതെ കറങ്ങി നോക്കി. പാർക്കിംഗ് ഏരിയ എല്ലാം ഫുള്ളാണ്. അവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഇതേപോലെ തന്നെ. അപ്പോൾ ഞാൻ വെയിലത്ത് കുറേ നേരം വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ ഏസിട്ട് നിന്ന്, വല്ലാണ്ട് കറങ്ങാൻ നിന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ 60 കിലോമീറ്ററാണ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത് ഈ ഒരു റെൻ്റൽ ട്രിപ്പിൽ. എനിക്ക് തോന്നുന്ന സമയം മാത്രമേ ഫിനിഷ് ആവുള്ളൂ, കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് 60 ആവൂല. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓടിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇപ്പം ഇനി ഫുഡ് കഴിക്കൽ കഴിയട്ടെ. ഫാൻ ഇട്ടാണ്ട് നിൽക്കാതെ വണ്ടി ചൂടാവൽ തുടങ്ങി. അപ്പോൾ ചൂട് കാറ്റാണ് ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ വീണ്ടും AC ഇടേണ്ടി വരും. ഞാൻ മറ്റോടെ തന്നെ കുറേ നേരം AC ഇട്ടാണ്ട് നിന്നു. ഇപ്പോൾ ഏതായാലും ഒരു വരട്ടെ. 2:20 ആയിട്ടുണ്ട് സമയം. ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഫുഡ് കഴിക്കാൻ കയറിയിട്ട്, ഇപ്പോൾ കഴിയാനായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഈ പോകുന്ന 2 പേരായിരുന്നു. അതിൽ അവർ നമുക്ക് ടിപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. 1311 രൂപയാണ് ആയത് ഒരു ട്രിപ്പ് കണ്ടോ. അപ്പോൾ ഇത് 1680 ടോട്ടൽ ക്യാഷ് കളക്ട് ഉള്ളത്. അവർ 2000 രൂപ ഇട്ടിട്ടുണ്ട്, ബാക്കി ടിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 20ഉം 320 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്. 28 കിലോമീറ്റർ നമ്മൾ പോന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ 4 മണിക്കൂർ 28 മിനിറ്റ്. അത് 5 മണിക്കൂർ ആയിട്ടില്ല, 2 മണിക്കൂർ അതിൽ ലാഭമുണ്ട്. പിന്നെ ഇത് 28 കിലോമീറ്റർ ആയിട്ടുള്ളൂ, അതിലും ലാഭമുണ്ട് നമുക്ക്. പിന്നെ പോരാത്തിന് അവർ ടിപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തതിലൊക്കെ നമുക്ക് ലാഭമായിട്ടുണ്ട്. വെറും 28 കിലോമീറ്റർ ഓടിയിൽ നമുക്ക് 1300ഉം 1600 ഉറുപ്പിക കിട്ടി. കാരണം 320 ടിപ്പും ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിട്ടുണ്ട്. ഇനി പോയിട്ട് വലിയ വിശപ്പൊന്നുമില്ല, ഇപ്പം തന്നെ വിശപ്പ് പകുതിക്ക് തീർന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റാപ്പിഡോ പാടെ ഓണാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ വൈറ്റില ഹബിൻ്റെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ തൈക്കുടം ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ പിക്കപ്പും 2.5 കിലോമീറ്റർ ഡ്രോപ്പും. സെബാസ്റ്റ്യനാണ്. അപ്പോൾ 100 രൂപയാണ് കാണിച്ചത്, അതൊരു 97 രൂപ കിട്ടുമായിരിക്കും. അപ്പോൾ ഏതായാലും കസ്റ്റമറെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. സെബാസ്റ്റ്യനാണ് പേര്. ഇത് എവിടുന്നാണ് പിക്കപ്പ് നോക്കട്ടെ. ഇത് കുറച്ച് ചുറ്റണം, മറ്റേ ഹൈവേൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. നമ്മൾ നേരെ ഹൈവേൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഒന്നങ്ങോട്ട് ചുറ്റി പോകാൻ തൈക്കുടം പോയിട്ട് യൂട്ടേൺ അടിച്ച് വരണം. അങ്ങനെ നമ്മളെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് ഈ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇത് ഒരു 0 കിലോമീറ്ററിൽ വേറൊരു ട്രിപ്പ് വന്നിട്ടുണ്ടല്ലോ. ഇതിന് നമുക്ക് 97 രൂപ കേട്ടോ കിട്ടിയത് ഇപ്പോൾ കൊടുക്കുന്ന ട്രിപ്പിന്. ഓക്കെ, ഒരു 300 മീറ്ററിലൊരു പിക്കപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു പാടിവട്ടം അമ്മ. ഇതെന്താണെന്നോ, ഇത് വേറെ ആരെങ്കിലും ബുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ അമ്മ എന്നുള്ള പേരിലൊക്കെ വരുന്നത്. അപ്പോൾ അത് ഫ്രണ്ടിക്കാ ബാക്കൊക്കെ
ഓ ബാക്കൊക്കെ തോന്നുന്നുണ്ട്. നമ്മളിപ്പോഴും വണ്ടി ഓടിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇനി ബാക്കൊക്കെ തന്നെ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. സമയം 5:05 നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് ഇവിടെ കാക്കനാട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊരു ജുഡീഷ്യലുണ്ട്, അവിടേക്കാണ് ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മൾ ആ അമ്മേൻ്റെ ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 ട്രിപ്പാണ് ഓടിയത്. ആദ്യം നമുക്കൊന്ന് അയ്യപ്പങ്കാവ് കിട്ടി, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു 2 കിലോമീറ്റർ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ കാക്കനാട് ജുഡീഷ്യലിക്ക്. അങ്ങനെ അതും ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ സമയം 5:06 ഇന്ന് നമ്മൾ ഊബറിൽ ടോട്ടൽ ഓടിയത് 1854 രൂപ കേട്ടോ ഊബറിൽ ഓടിയത് 5 ട്രിപ്പ്. ഇന്ന് നമ്മൾ അടിച്ച CNG കുറച്ച് മൈലേജ് ഷോർട്ടായിട്ടുണ്ട്. 101 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ഒരു 3 കട്ടിയും പാടുള്ളൂ. ഇതൊരു 5 കട്ടൊക്കെ ആകുമ്പോഴാണ് 100 കിലോമീറ്റർ ആവുന്നുണ്ട്. കാരണം ടോട്ടൽ ഒരു 200-190 കിലോമീറ്റർ ഒക്കെ ആവുന്നുണ്ടല്ലോ ടോട്ടല്. അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ ആ റെന്റൽ ട്രിപ്പ് ഓടിയല്ലോ, ആ സമയത്ത് നമ്മൾ ആ മറൈൻ ഡ്രൈവിന്റെ അവിടെ ഒക്കെ കുറേ നേരം AC ഇട്ടാണ്ട് അങ്ങനെ നിൽക്കായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ടാവും AC ഇട്ടാണ്ട്. നമ്മൾ അവിടെ നോ പാർക്കിങ്ങിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് വണ്ടി ഇട്ടിട്ട് വേറെ എവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയിൽ നമുക്ക് ഒട്ടും നേരം ഇരിക്കാനും പറ്റണില്ല. അപ്പോൾ അങ്ങനെ AC ഇട്ട് അങ്ങനെ ഇരിക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഒരു മൈലേജ് ഷോർട്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമ്മളൊരു മിക്സി കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അത് കാക്കനാട് ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി മേലെ ഇട്ടേക്കണത്. അത് കഴിഞ്ഞിട്ട് മുടിയൊന്നും വെട്ടണ്ട. അപ്പോൾ നാളെ മുടി വെട്ടിയിട്ടൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഏതായാലും നാളെ പക്കലാം.